ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സിലൻ. ഇന്ന് നമ്മൾ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഡിസംബർ സൈക്കിളിലെ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, അതിന് എന്തൊക്കെ കാരണങ്ങളുണ്ടാകും, എന്തൊക്കെ കാരണങ്ങളാണ് സാധ്യത ഉള്ളതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് സിലബസിലെ ചേഞ്ചുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രധാനമായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം വീഡിയോ ആണ്. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, ഇപ്പൊ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാം. മാത്രമല്ല ഫ്രീ ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോഴത്തുള്ള സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് ഗവേണൻസ്, പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, സിലബസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്, അത് മറക്കണ്ട. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ സിലബസിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയുള്ള കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്നാമത്തെ കേസ് നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി വന്നിട്ടുണ്ട്. അതുമായിട്ട് പുതിയൊരു അലൈൻമെന്റിലേക്ക് നമുക്ക് പോകേണ്ട വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ സിസ്റ്റം അതിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. അതൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അതുമായിട്ട് ഒരു ചേഞ്ചസ് നമ്മുടെ സിലബസിൽ വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും. രണ്ടാമത്തെ കേസ്, നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ടെക് സിസ്റ്റം ആയിക്കോട്ടെ, അതൊക്കെ വളരെ വാലിഡ് ആയിട്ട് വളരെ വൈഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പർട്ടിക്കുലർ ഡിസിപ്ലിൻ മാത്രം ഫോളോ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ ചിലപ്പോൾ ഇനി കഴിഞ്ഞെന്ന് വരത്തില്ല. സ്വാഭാവികമായിട്ടും പേപ്പർ 1 സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഓൾറെഡി പഠിക്കുന്നത്. ടീച്ചിങ് പഠിക്കുന്നുണ്ട്, റിസർച്ച് പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്കൽ റീസണിങ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, പീപ്പിൾ എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ലോജിക്കൽ റീസണിങ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൾറെഡി അത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഇനി ഡിജിറ്റൽ ആൻഡ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കോമ്പണൻസ് വളരെ വൈഡായിട്ട് അതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് ഏത് സമയത്തും ഓർക്കുക. അതായത് അപ്ഡേറ്റഡ് ആകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും ടോപ്പിക്സ് ആഡ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ട്. അതായത് പൂർണ്ണമായിട്ടും ഭയങ്കരമായിട്ട് ഫാക്കൽറ്റിയുടെ അല്ലെ ടീച്ചേഴ്സിന്റെ ഈ എക്സാം എഴുതുന്ന ആൾക്കാരുടെ അല്ലെ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആയ അവരുടെ അനലിറ്റിക്കൽ സ്കിൽസ് കൂട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, പ്രോബ്ലം സോൾവിങ് കൂട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സുമായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആ പുഷ്പയുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത് അത്രയ്ക്ക് പുഷ്പയുടെ ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, അത്രയ്ക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് നമ്മൾ അപ്ഡേറ്റഡ് ആകണം. നമ്മുടെ ലോജിക്കൽ സ്കിൽസിൽ, അനലിറ്റിക്കൽ സ്കിൽസിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. അപ്പോൾ ഓരോ തവണ എക്സാം വരുമ്പോഴും ടു ദ പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ടു ദ പോയിന്റ് എന്ന് പറയുമ്പോഴും ആ ക്വസ്റ്റ്യൻസിനോട് നമ്മൾ അഡാപ്റ്റഡ് ആകണം. എങ്ങനെ അഡാപ്റ്റഡ് ആകാൻ പറ്റും? നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വീക്കിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മന്ത്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പോരാതെ നമ്മുടെ ഈ പേപ്പർ 1 ഈ 10 മൊഡ്യൂളിലെയും 10 യൂണിറ്റിലെയും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സബ് ടോപ്പിക്സ് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിലബസ് ചേഞ്ചിന് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഓൾറെഡി ഒരു ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾറെഡി അഡ്രസ് ചെയ്താണ് പോകുന്നത്. ഡിസംബർ എക്സാം കഴിയുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് സിലബസ് ചേഞ്ച് വരികയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്തൊരു സബ്ജക്റ്റ് ഉണ്ട്, പ്രധാനമായിട്ട് ആയുർവേദ ബയോളജി എന്ന് പറഞ്ഞൊരു സംഭവം 2024 ഡിസംബറിൽ ആഡ് ചെയ്തൊരു സംഭവം. ആയുർവേദ ബയോളജി എന്ന് പറയുന്ന ഒരു പുതിയൊരു സബ്ജക്ട് എന്ത് ചെയ്തു, നെറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു പേടിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്ക് സിസ്റ്റം ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സാധ്യതയുണ്ട്. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോൾ CVT PG എടുക്കുക, CVT PG നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ബാക്കി നിങ്ങൾ കോമൺ ആയിട്ട് നോക്കുന്ന എല്ലാ എൻട്രൻസ് എക്സാംസിനും എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാം, അത് റിസർച്ചേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കോളേജിലെ പഠിപ്പിക്കാനുള്ള അസിസ്റ്റന്റ് പ്രൊഫസറെ തിരഞ്ഞെടുക്കാനുള്ള എക്സാം ആണ്. ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതിന് എന്തുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ളൊരു സാധ്യത ക്ലിയർ ആയിട്ട് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് പ്രധാനമായിട്ട് ഓർക്കുക. അപ്പോൾ നെറ്റ് ക്ലിയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിസംബർ ആണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡിസംബർ ബാച്ച് നമ്മുടെ AIM40 JRF ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഓവർവ്യൂ സെഷൻസ്, അതായത് ബേസിക്സ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നേരെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് പകരം
ഓൾറെഡി ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ക്ലാസ്സിലോട്ട് പോകുന്നത്. അത്രയും നല്ല രീതിക്ക് ഒരു പ്ലാറ്റ്ഫോം എഡക്സി ലേണിംഗ് നെറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ നെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ആ കാര്യം ഓർക്കുക. എഡക്സി ലേണിംഗിൽ ഇമ്മീഡിയറ്റ്ലി നിന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ലേൺ വിത്ത് പ്രാക്ടീസ്, അതായത് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. ആ മാറി വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് ഓർക്കുക. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ കീപ് ലേണിംഗ് വിത്ത് എഡക്സി ലേണിംഗ്.